അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലയിൻ്റ് ഇരുന്നെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. വന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി വണ്ടി വന്നിട്ട്. ഇത് കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കാർഡിൽ നമുക്ക് എഴുതി തന്നത് സെൻട്രൽ സീറ്റ് നേരത്തെ ഡബിൾ സീറ്റായിരുന്നു, സിംഗിൾ സീറ്റായിരുന്നു. അത് നമുക്ക് ബെഞ്ച് സീറ്റാക്കി മാറ്റാൻ ഉണ്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞത്. പിന്നെ റിവേഴ്സിലെ ക്യാമറ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ സൈഡ് മിറർ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത് ലോക്കൽ സാധാ നോർമൽ മിററാണ്, അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ അതിനകത്ത് വരുന്നത്. അപ്പോൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒറിജിനൽ മാറ്റണം, എന്നാൽ മാത്രമേ ആ വൈബ്രേഷൻ നിൽക്കുള്ളൂ. അതുകൊണ്ട് നമ്മളത് അതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഡിഫോർഗറിൻ്റെ സ്വിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്വിച്ച് കംപ്ലയിൻ്റ് ആണ്. അത് ഓർഡർ ചെയ്തിട്ടുള്ളൂ, കിട്ടാനും കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, ആ സാധനം വന്നിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ജനറൽ സർവീസ്, അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ ബാക്കിൽ ഹൗസിങ് ഓയിൽ ലീക്ക്, ABSൻ്റെ മെയിനായിട്ട് ABSൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം എന്താ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ബാക്ക് സൈഡ് ഡെൻറ്റും പെയിൻറ്റ് ടച്ചപ്പും ഡിക്കും ബമ്പറും ഡെൻറ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ചെക്കപ്പ് എടുത്തിട്ട് എന്തായാലും കസ്റ്റമർ പറഞ്ഞ വോയിസും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ചെക്കപ്പും കൂടിയിട്ട് കംപ്ലീറ്റ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നേരത്തെ മെയിനായിട്ടുണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർക്കും സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് ഏകദേശം ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. 4 മാസത്തിൽ വേറെ ഒന്നും എവിടെയും വർക്ക് ചെയ്തിട്ടില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പയ്യെ പോയിട്ട് ഇറക്കത്തിലൊക്കെ ഇങ്ങനെ കുത്തനുള്ള ഇറക്കത്തൊക്കെ നമ്മൾ പയ്യെ ഇങ്ങനെ കാല് ബ്രേക്കിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പെഡൽ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും, ബ്രറെന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ തന്നെ ഇത് കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ വണ്ടികൾക്കും ഏകദേശം സസ്പെൻഷനൊക്കെ ഇറക്കുമ്പോൾ ABS ഉള്ള വണ്ടികൾക്ക് സസ്പെൻഷൻ ഇറക്കുമ്പോൾ അതിൻ്റെ ABSൻ്റെ സെൻസർ കറക്റ്റ് സ്യൂട്ടാക്കി ഇടാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ അല്ല കംപ്ലയിൻറ്റ്, അതിൻ്റെ സെൻസർ തന്നെ കംപ്ലയിൻറ്റാണ്. സെൻസർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇട്ടതെന്തോ ഒരു ഫോൾട്ടാണെന്ന് എന്താണെന്നറിയില്ല. ആ സെൻസറിൻ്റെ വയറിൻ്റെ ടിപ്പിൽ വരുന്ന ഭാഗമുണ്ടല്ലോ, നമ്മൾ സെൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഒരു ഇതുണ്ട്, ഒരു സിൽവർ കളറിൽ. ആ സാധനം അങ്ങനെ ചെത്തിപ്പോയേക്കാം, എന്തിലോ ഒരഞ്ഞ് ചെത്തിപ്പോയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ABS സെൻസറിൻ്റെ വീലിൽ തന്നെ ഒരഞ്ഞിട്ട് ചെത്തിപ്പോയ പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് അത് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നത്. നേരെ നമ്മൾ സ്യൂട്ടാക്കി ഇട്ടിട്ടും ക്ലിയർ ആവുന്നില്ല. പിന്നെയാണ് ചെക്ക് ചെയ്യുമ്പോഴാണ് ആ ഉള്ളിൽ ആ ഒരു കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ABSൻ്റെ സെൻസർ, ഫ്രണ്ട് റൈറ്റ് സൈഡിലെ സെൻസറാണ് ആ കംപ്ലയിൻറ്റ് കാണിച്ചത്. അപ്പോൾ റൈറ്റ് സൈഡിലെ ABSൻ്റെ സെൻസർ നമ്മളത് മാറിയപ്പോൾ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി. ഇപ്പോൾ ടൊയോട്ടയുടെ മെയിനായിട്ട് ABSൻ്റെ സെൻസർ ഫോൾട്ടേ വരില്ല, വയറിങ്ങിൻ്റെ ഇഷ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല അതിനകത്ത്. നമുക്ക് മെയിനായിട്ട് വോൾസ്വാഗൻ, പോളോ, വെൻഡോ അങ്ങനെയുള്ള വണ്ടികൾക്കാണ് ABSൻ്റെ സെൻസർ പെട്ടെന്ന് പോകാറ്. ഈ വണ്ടികൾക്കൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ ഒരു അതൊരു തേയ്മാനം ഉള്ളത് കൊണ്ടാണ് ആ ഒരു എന്താ പറയുക പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല നോർമലി ഈ ഒരു സ്പീഡിൽ പോകുമ്പോൾ വണ്ടി നല്ല വൈബ്രേഷനും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 5th ഗിയറിലാണ് ഞാൻ പോകുന്നത്. 5th ഗിയറിൽ 40-50 പറയുന്ന കിലോമീറ്ററിലാണ് പോകുന്നത്. ചില വണ്ടികളിൽ നമുക്ക് ഗിയർ നമ്മൾ എഞ്ചിൻ മൗണ്ട് മാറിയാലും 40 പോകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് നോസിലിൻ്റെ അതുപോലെ തന്നെ ആ ഒരു കാലപ്പഴക്കം ചെന്നതിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷനാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് 5th ഗിയറിലും നമുക്ക് 40-50 നമുക്ക് പോകാം. വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മെയിൻ ഫോൾട്ടുകൾ പറഞ്ഞതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബുഷ്കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി. എന്ന് വെച്ചാൽ ഓവർ ആംബോൾജൻ്റ് അപ്പർ ആംബോൾജൻ്റ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ബുഷ്കിറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് A to Z വർക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്തു. അതുപോലെ തന്നെ സെൻട്രൽ സീറ്റും മാറി, ബാക്കിലാ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും ഉള്ളത് അതും ചെയ്തു. സസ്പെൻഷൻ വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്ത് ഉണ്ട്. 5th ഗിയറിൽ 40 പോകുമ്പോഴും നമുക്ക് യാതൊരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടുന്നില്ല. പിന്നെ എല്ലാ ഡോർ പാഡുകളും നമ്മളിതിൽ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വണ്ടിയിലും നമ്മൾ സർവീസ് വരുന്ന എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ മറ്റേ എയർ സെൻസറിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ടല്ലോ, ആ ഫിൽറ്ററും കൂടെ ഇതിനകത്ത് ക്രാക്കായിരുന്നു. നമ്മൾ എല്ലാ സർവീസിലും ആ ഒരു ഫിൽറ്ററും ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എയർ ഫ്ലോ സെൻസറും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാ സർവീസിലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനും ചെറിയൊരു ക്രാക്ക് വന്നിട്ട് ലീക്കായി പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് എയർ പ്രഷർ എത്രത്തോളം എഞ്ചിനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യില്ല. റീഡ് ചെയ്യാത്ത പക്ഷം നമുക്ക് നോസിൽ ഡീസൽ സപ്ലൈ കൊടുക്കുന്നത് പല വിധത്തിലായിരിക്കും. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ള കൺട്രോളൊന്നും പറയാൻ പറ്റില്ല. ഇത്ര അളവിലൊന്നും പറയാൻ പറ്റില്ല. അതൊരു നോർമൽ ലെവലിൽ അത് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈലേജ് ഷോർട്ടേജ് ഉണ്ടാകും. പുള്ളിങ്ങിനാണ് മെയിനായിട്ട്. പുള്ളിങ്ങിന് നല്ല വ്യത്യാസം ഉണ്ടാവും. കാല് കൊടുത്ത വണ്ടി പോകാൻ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ നമുക്കൊരു ആ ഒരു വണ്ടി വലിച്ചിട്ട് പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വിടുന്നതാണ് ബെറ്റർ. അതിന് എത്ര 1500-1700 രൂപ വില വരുന്നുണ്ട് ഒരു ഫിൽറ്ററിന്. ലോക്കൽ ഫിൽറ്ററും കിട്ടും, അത് ഇടാതിരിക്കുക. നോർമൽ ഒറിജിനൽ തന്നെ വരുന്നുണ്ട്, സുലഭമായിട്ട് കിട്ടുന്നുണ്ട് സാധനം. 1000 ചില്ലാൻ രൂപയോളം വില വരുന്നുണ്ട്. അതൊരു സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു 40,000-50,000 കിലോമീറ്റർ വരുമ്പോൾ
നമ്മളതൊന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടില്ല, വണ്ടി നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. ഒരു പുതിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫീൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കയറി അങ്ങ് പോകും. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഇന്നോവ സർവീസിന് എടുക്കുന്ന സമയത്ത് എത്ര തന്നെ കയറി ഇരുന്ന് ചവിട്ടിയാലും വണ്ടി മൂവ് ആവില്ല നമുക്ക്. പക്ഷേ വണ്ടി പോകുന്നുണ്ടാവും, 100ഒക്കെ കവറാകും. പക്ഷേ എത്രയും പെട്ടെന്ന് കവറാക്കുന്ന ഒരു ഇത് കണ്ടില്ല. ഇപ്പോൾ വണ്ടി നമുക്ക് ഒരു സ്വിഫ്റ്റൊക്കെ ഓടിച്ച് നടക്കുന്ന പോലുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്കായിട്ട് ഒരു കോട്ടാജെറ്റ് എഞ്ചിനൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫീല് നമുക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യും ഈ ഒരു സാധനം മാത്രം നമ്മൾ ചെയ്താൽ കഴിഞ്ഞാൽ. അത് നിങ്ങൾക്കേ ചെയ്യാവുന്നുള്ളൂ. ഇനിയിപ്പോൾ 2000-3000 കിലോമീറ്റർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 2000-ലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഒരു 10000 കിലോമീറ്റർ സർവീസിൽ ഈ എയർ ഫ്ലോ സെൻസറും ഈ ഞാൻ പറഞ്ഞ ഈ ഫിൽറ്റർ അത് കഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ വണ്ടി പക്കയായിരിക്കും. വണ്ടി ഓടിക്കാൻ തന്നെ നമുക്കൊരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. നമുക്ക് ഓടിച്ച് പോകുമ്പോൾ തന്നെ തെറിച്ച് പോകും വണ്ടി. നമുക്ക് അല്ലാതെ നോർമലി നമുക്ക് പോകുമ്പോൾ ഇനോവൊക്കെ ഓടിക്കണമെങ്കിൽ ഹൈവേയിലൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോകും, ഒരു 120, 140 ഒക്കെ ഇങ്ങനെ കയറി അങ്ങ് പോകും. പക്ഷേങ്കിൽ നമുക്കൊരു ഫീല് കിട്ടണം, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ. അപ്പോൾ അത് തെറിച്ച് പോകുന്ന ഒരു ഫീല് കിട്ടണം. ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണം, ഒരു ബസ്സോ കാറോ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി കയറണം എന്ന് പറഞ്ഞാൽ അത് കയറണം, അല്ലാതെ ലാഗായിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ആ കയറണം പറഞ്ഞാൽ വണ്ടി കയറണം. ആ ഒരു രീതിക്ക് വേണം നമുക്ക്. അതിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇത് എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റായാൽ തന്നെ ഏത് ഡീസൽ വണ്ടിക്കും എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റ് ആയാലാണ് അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. എയർ ഇൻടേക്ക് അത്രയ്ക്ക് നമുക്ക് കിട്ടണം. ആ എയർ വലിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു തടസ്സം പോലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ബാധിക്കും. നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് നല്ലവണ്ണം ഫീൽ ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിവേ ഉണ്ടാവില്ല. നമ്മൾ നോർമലി പോകും, പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വലിവ് അതിനകത്ത് കിട്ടില്ല. അപ്പോൾ ആ എയർ ഫ്യൂൽ റേഷ്യോ അതുപോലെ തന്നെ എയർ ഇൻടേക്ക് വലിക്കുന്നത് നമുക്ക് പക്കയായിട്ട് എപ്പോഴും എയർ ഫിൽറ്റർ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിൽറ്റേഴ്സ് എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എല്ലാ സമയങ്ങളിലും. നമ്മൾ ഇനിയിപ്പോൾ 10,000 കിലോമീറ്റർ സർവീസ് എന്ന് പറഞ്ഞിട്ട് 10,000-ൽ തന്നെ സർവീസ് ചെയ്യാതെ ഒരു 5000 കിലോമീറ്ററിന് ഒരു ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 5000-ലും നമ്മൾ ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പുതുമയോട് കൂടിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനും അതൊന്ന് രസിച്ച് ഓടിക്കാനും ഫീൽ ചെയ്യാനും പറ്റും. നമ്മൾ വണ്ടി യാത്രകൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റിനാണ്. അപ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോൾ ആ എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നോർമലി 10K സർവീസ് 10,000 കിലോമീറ്റർ സർവീസ് ആണ്, 10,000 മാത്രം പോയി ഓയിൽ ഫിൽറ്റർ മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ആയിട്ടായിരിക്കുമല്ലോ, പക്ഷേങ്കിൽ ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സർവീസിന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ബാക്ക് ഡിക്കിയിലാണ് മേജറായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഡിക്കി സെൻറ്റർ ഭാഗമായിരുന്നു. ഈ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ റിയറുള്ള ബമ്പറും അതുപോലെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാച്ച് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ ടച്ചപ്പ് അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഫുൾ പോളിഷും ഇൻറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് ഇൻറ്റീരിയൽ വാഷും ചെയ്തിട്ടുണ്ട്. ചെയ്ത് തന്നെ വണ്ടി ഒരു നല്ലൊരു ലുക്കായി. നേരത്തെ വരുമ്പോൾ ചെറിയ സ്ക്രാച്ചും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജും പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തപ്പോൾ വണ്ടി കുട്ടപ്പനായി. അതേപോലെ തന്നെ സസ്പെൻഷൻ വർക്കും അതുപോലെ എഞ്ചിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് മാറിയപ്പോൾ വണ്ടിയുടെ ലെവലേ മാറി. അതുപോലെ നമ്മൾ എയർ ഫ്ലോ സെൻസറും അതിൻ്റെ ഇതും ഫിൽറ്ററും മാറിയപ്പോൾ തന്നെ പെർഫോമൻസിലും അതിഗംഭീരമായി. വണ്ടി ഓടിക്കാൻ തന്നെ ഇപ്പോൾ തന്നെ കസ്റ്റമർക്ക് ഓടിച്ചാൽ തന്നെ അവർക്ക് അറിയാം. പറ്റുമെങ്കിൽ കസ്റ്റമറുടെ റിവ്യൂ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം, എന്തായാലും ഓടിച്ച് നോക്കിയിട്ട്. എന്തായാലും വണ്ടി ഇപ്പോൾ പക്കാ നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയതിൽ ഇനിയിപ്പോൾ കസ്റ്റമർ കൂടെ നമുക്ക് ചോദിച്ചിട്ട് അവരുടെ റിവ്യൂ കൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതിന് ശേഷം. എന്തായാലും 2 ദിവസം ആവും കസ്റ്റമർ വരാനായിട്ട്. കസ്റ്റമർ പുറത്താണ്, ഇനി വന്നിട്ട് വണ്ടി എടുക്കുകയുള്ളൂ. അപ്പോൾ എടുത്തതിന് ശേഷം ഞാൻ അത് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.